ഉള്ളിൽ ഉള്ളതുപോലെ ഒരു ഖബർ പൊക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആ ഖബറിന്റെ സമീപത്ത് ഇയാൾ ഒരു ദിവസം ഖബറിന്റെ സമീപത്ത് ചെന്നാൽ ഇയാൾക്കറിയുന്ന ഒരു തങ്ങൾ ഒരു ദിവസം അവിടെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. നബി സലാം അടക്കുന്നില്ല. സാധാരണ അങ്ങോട്ട് പറഞ്ഞ ഉടൻ തന്നെ റിപ്ലൈ ഇങ്ങ് വരും. വലൈക്കും സലാം, എവിടെ ഉണ്ട്, സുഖാണോ, എന്തുണ്ട്, ഹേയ് ആചാര്യ എപ്പോഴും കൊല്ലത്ത് എപ്പോൾ കയറിയതാ എന്നൊക്കെ ചോദിക്കും ഇങ്ങോട്ട്. അന്ന് ഉത്തരം കിട്ടുന്നില്ല. ഈ തങ്ങള് ആകെ പ്രയാസപ്പെട്ട് മദീനയിൽ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്ത് തെറ്റാണ് ചെയ്തത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അപ്പൊ നബി ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, അയാൾ ചെയ്ത തെറ്റെന്താണ്, അയാൾ ചെയ്ത പാപം എന്താണ്, കേട്ടോളൂ. അത് അയാൾ തന്നെ പറയട്ടെ. മഹാനായ ഒരു സയ്യിദ്, സമീപകാലത്ത് ജീവിച്ചിരുന്ന മഹാനാണ്. മദീനയിൽ ചെന്നാൽ എപ്പോഴും നബിതങ്ങളെ കാണും, നബിതങ്ങൾ സലാം അടക്കും. ഈ ഒരു 5 വർഷത്തിന് മുമ്പ് മദീനയിൽ ചെന്ന് സലാം പറഞ്ഞു. മദീനയിൽ നിന്ന് നബിതങ്ങളും അടക്കുന്നില്ല. പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, തങ്ങളെ എന്നോട് പിണങ്ങിയോ തങ്ങളെ? അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ മഹാനെ ഞാൻ കണ്ടിട്ടുണ്ട്. പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, തങ്ങളെ തങ്ങൾ പിണങ്ങിയോ? മദീനയിൽ കിടന്നങ്ങ് കരഞ്ഞു, തങ്ങളെ പിണങ്ങല്ലേ നബിയേ, എന്റെ തെറ്റു തിരുത്തി തരണം നബിയേ. ഉടനെ മദീനയിൽ നിന്ന് റൗദയിൽ നിന്ന് മറുപടി, അനലർത്തയില വജിഹിംറഅത്തിൻ ഫിത്തിൽഫിസിയൂൻ. എടാ മോനെ, നീ ടെലിവിഷനിലൂടെ അന്യ പെണ്ണിനെ നോക്കിയല്ലോ, എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് നോക്കുമോ മോനെ? ഞാൻ പറഞ്ഞു, നബിയേ ഞാൻ സിനിമ കണ്ടതല്ല നബിയേ, വാർത്ത കേട്ടപ്പോ അറിയാതെ കണ്ടുപോയതാണ് നബിയേ, പിണങ്ങല്ലേ നബിയേ, ഇനി മേലിൽ ആവർത്തിക്കില്ല നബിയേ എന്നവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞപ്പ നബിതങ്ങൾ പറഞ്ഞു, ഇനി അങ്ങനെ ചെയ്യരുത്, ചെയ്യില്ലെങ്കിൽ ഞാൻ നിന്നോടുള്ള പിണക്കം മാറിപ്പോയി. നമുക്കെന്ത് അർഹതയാണ് മുഅ്മിനീങ്ങളെ? എത്ര അന്യ പുരുഷന്മാരുടെ ഔറത്തും അന്യ പെണ്ണിന്റെ ഔറത്തും പരസ്പരം കാണുന്ന നമ്മളെ നബിതങ്ങൾ എടുക്കുമോ? സംശയം തന്നെ. എടുക്കൂല. ഈ വകുപ്പാണെങ്കിൽ എടുക്കൂല, ഉറപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവര് കവനെടുക്കുന്ന വലിയ വർത്താനാണ്. ആരുമായിട്ട്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട്. എന്തുണ്ട് വിശേഷം, എവിടെയാണ്? എന്നിട്ട് നബി ഒക്കെ ചെല്ലുമ്പോൾ ഒരു നബി സലാം മടക്കുന്നില്ല. തങ്ങൾ ആരാന്ന് മൂപ്പർക്കറിയാം, പേര് പറയുന്നില്ല. നല്ലതാ, പേര് പറഞ്ഞ പിന്നെ പ്രശ്ന. പേര് പറയാതിരിക്കണം നല്ലത്. തങ്ങളെ എനിക്കറിയാം, പേര് ഞാൻ പറയുന്നില്ല, നന്നായി. എന്നിട്ട് മുസ്ലിയാർ പറയെന്താ? മുസ്ലിയാർ റസൂലുള്ളാഹിക്ക് ചെന്നിട്ട് അയാൾ തങ്ങൾ പറഞ്ഞപ്പോ തങ്ങൾ റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞ് മടക്കിയില്ല. അതിന്റെ അവസാനം പൊട്ടിക്കരഞ്ഞ് മദീന പള്ളി മുഴുവൻ വിറപ്പിച്ച് കരഞ്ഞിട്ട് അവസാനം നബിയോട് ചോദിച്ചു, എന്ത് തെറ്റാ നബിയെ ഞാൻ ചെയ്തത്? ആ സമയത്ത് റസൂലുള്ളാഹി തിരിച്ച് മറുപടി പറഞ്ഞു, ടെലിവിഷൻ കണ്ടില്ലടാ അത്. അപ്പോ ഇയാള് പറയാ, നബിയെ ഞാൻ സിനിമ കണ്ടല്ലോ. അല്ലടാ സിനിമ കണ്ടല്ല, പേരോട് മുസ്ലിയാർ വാർത്തയിട്ടപ്പോ അത് കണ്ടില്ലേ? ഒരു പെണ്ണിന്റെ ചിത്രം പേരോട് മുസ്ലിയാർ വാർത്തയിട്ടപ്പോ അത് കണ്ടില്ലേ? അതുകൊണ്ടാണ് എന്നോട് സലാം അടക്കാഞ്ഞത്. ഇവര് ഈ ഒരു പെണ്ണിന്റെ വാർത്ത, ഏഷ്യാനെറ്റ് വാർത്ത, റസൂലുള്ളാഹിന്റെ പേര് കളവ് പറയുന്ന വാർത്തയിട്ട് അടക്കുമ്പോഴാണ് ഈ സംഭവം ഇയാൾ പറയുന്നത്, പഠിപ്പിക്കുന്നത്. അങ്ങനെ വാർത്ത കണ്ട മുസ്ലിയാക്കന്മാർക്ക് റസൂലുള്ളാഹിന്റെ സലാം മടക്കുന്ന പ്രശ്നമില്ല, നബി സലാം മടക്കുന്ന പ്രശ്നമില്ല. ഈ രൂപത്തിലാണ് വിശദീകരണം. റസൂലുള്ളാഹിക്ക് ചെന്ന് ഇവർ ഡയറക്റ്റ് സംസാര, എന്നിട്ട് എല്ലാം പറച്ചിലും സംസാരവും വർത്തമാനവും അതുപോലെ തന്നെ കുശലാന്വേഷണങ്ങളൊക്കെയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിക്കുന്നു. എന്നിട്ടോ ന്യായം കണ്ടെത്തുകയാണ്, തെളിവ് കണ്ടെത്തുകയാണ്. അങ്ങനെ മരിച്ചവരോട് തേടാമോ സംസാരിക്കാമോ? ആ നിലക്ക്
മരിച്ചവരുമായി ഇടപഴകാമോ? അതിനെന്താണ്, ഒരു പ്രശ്നവുമില്ല. ഞങ്ങളെ കൊണ്ടെല്ലാം അതിന് സാധിക്കും, ഞങ്ങളെ കൊണ്ടെല്ലാം അതിന് സാധിക്കും. കാരണം ഞങ്ങളുടെ മർത്തബ അലാ മർത്തബയാണ്, ഈസാ നബിയുടെ മർത്തബയാണ് ഞങ്ങളുടെ മർത്തബ, അത്യുന്നതമായ മർത്തബയാണ് ഞങ്ങളുടെ മർത്തബ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെല്ലാം കഴിയും എന്ന രൂപത്തിലാണ് ഇവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ മരിച്ച് മൺമറഞ്ഞു പോയ മഹത്തുക്കളോട് പ്രാർത്ഥനയും നടത്തുന്നു. ഇവര് ആവശ്യങ്ങൾ നിറവേറി കിട്ടുവാൻ തേടുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട പ്രാർത്ഥനകൾ സൃഷ്ടികളിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി സമൂഹത്തോട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന തത്വവുമായി കടന്നു വന്നത്. അങ്ങനെ കടന്നു വന്നു. ആ രൂപത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ എറണാകുളം ജില്ലയിലെ കുന്നത്തേരി എന്ന് പറയുന്ന അഹ്സനിമാരുടെ സെമത്തേരിയായി പിന്നെ മാറിയ ആ പ്രദേശത്തേക്ക് ഒരു അഹ്സനി കടന്നു വന്നത്. മൂപ്പര് ബെടാ വെല്ലുവിളി. എന്താ വെല്ലുവിളി? ധൈര്യമുള്ള മുജാഹിദുണ്ടെങ്കിൽ ഇപ്പൊ പോരെ. വെല്ലുവിളിയൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും പടച്ചോൻ ഇപ്പൊ ചെന്നപ്പോ അങ്ങ് വിഴുങ്ങിക്കളയും. അത്ര ഊക്കം വെല്ലുവിളിയാണ്, ശക്തമായ വെല്ലുവിളി. മുജാഹിദ് പ്രവർത്തകർ, ആ നാട്ടിലുള്ള മുജാഹിദ് പ്രവർത്തകർ ആ വെല്ലുവിളി ഏറ്റെടുത്തു. സംവാദത്തിന് കരാറെഴുതി. ആ സംവാദം ആലുവയിൽ വെച്ചുകൊണ്ട്, ആലുവയിലെ കുന്നത്തേരിയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോ എന്തോ കരുതി പ്ലാൻ ചെയ്താണ് മുസ്ലിയാക്കന്മാര് വന്നിറങ്ങുമ്പോ തന്നെ തങ്ങൾക്ക് വായിക്കാനുള്ള കിതാബൊക്കെ ഒരു അട്ടിയായിട്ട് ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവൂലേ ഇതെന്തിനാ കൊണ്ടുപോണത്? അടയാളം വെച്ചിന്ന കിതാബ്. അത് മുമ്പ് പേരോട് മുസ്ലിയാരൊക്കെ ചട്ടമാറ്റിയൊക്കെ കൊണ്ടുവരുമായിരുന്നു. റാസിയായിരിക്കും അകത്ത്, പുറത്ത് ഫത്തുൽ ബാരിയുടെ ചട്ട. അതിനാന്ന് വെച്ചാൽ മുജാഹിദിനെ പറ്റിക്കാതാണ് മുസ്ലിയാരുടെ വിചാരം. മുസ്ലിയാർ ഫത്തുൽ ബാരിക്ക് നോക്കിയിട്ട് ഏതാ കിതാബ് എന്ന് പറയാതെ വായിക്കുമ്പോ ചട്ടമേ നോക്കിയിട്ട് ഫത്തുൽ ബാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫത്തുൽ ബാരി വരയ്ക്കുന്ന മുസ്ലിയാരുടെ ചിന്ത. അതുകൊണ്ട് ഇങ്ങനെ ചട്ടമാറ്റിക്കൊണ്ടുവരുന്ന ഏർപ്പാടുണ്ട്. പക്ഷെ ഈ സാധുക്കൾക്ക് അതൊന്നും അറിഞ്ഞൂടാ. പൈതങ്ങളാണ് അവര്. സിൽസിലത്തു ഹദീസു സഹിഹ ഏറ്റവും മുകളിൽ, അബൂ ജഹൽ അതിന്റെ താഴെ. അങ്ങനെ അട്ടിക്ക് കൊണ്ടുവന്നിട്ട് സംവാദം തുടങ്ങുമ്പോ തന്നെ ആ സമയം തുടങ്ങി വിഷയം അവതരിപ്പിച്ച് ഇങ്ങനെ വരുമ്പോ തന്നെ സൂചനകൾ തന്ന് നബിയുടെ ഖബറിന്റെ അടുക്കൽ വന്ന് ഒരാൾ വിളിച്ചാൽ, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പറഞ്ഞാൽ തെളിവാകുന്ന മുസ്ലിയാരുടെ വിചാരം. അങ്ങനെ പറഞ്ഞാലൊന്നും തെളിവാവൂല. തുടക്കം മുതൽ പറയാൻ കുറെ നേരം നമ്മളിങ്ങനെ കേൾക്കുക. കാര്യം എന്ന് വെച്ചാൽ ഇത് കേട്ടിരിക്കുന്ന ഒരു ക്ഷമകേടുണ്ടല്ലോ. മുസ്ലിയാർ ഇങ്ങനെ പറയാ. കുറെ കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു മുസ്ലിയാർ വരട്ടല്ലേ, ഇങ്ങ് പറഞ്ഞോളൂ, ഹദീസ് ഇങ്ങ് പറ, ഞങ്ങൾ ഖണ്ഡനം പറഞ്ഞു തരാം, മറുപടി പറഞ്ഞു തരാം, വരട്ടണ്ട എന്ന് ആദ്യ സമയത്ത് തന്നെ പറഞ്ഞു. എന്നാലും മുസ്ലിയാർ വിട്ടു പറയൂല. അത് കഴിഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനം ഒരേ ഒരു ചോദ്യം മാത്രമാണ് സുന്നി പക്ഷത്തോട് അവിടെ വെച്ചുകൊണ്ട് ചോദിച്ചത്. ഒരേ ഒരു ചോദ്യം. ആ ചോദ്യം മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്തവർക്ക് സ്വയം കഴിവുണ്ടെന്ന വിശ്വാസത്തോടെയാണ് അവരെ വിളിച്ച് പ്രാർത്ഥിച്ചത് എന്ന് അള്ളാന്റെ ഖുർആൻ കൊണ്ടോ റസൂലുള്ളാഹിന്റെ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ? ഒരു ചോദ്യം ചെന്നപ്പോ അമ്പ് നെഞ്ചുമ്മെ തറക്കുന്നത് പോലെ ആ ചോദ്യശരം അങ്ങ് കടന്നു ചെല്ലുമ്പോ അശ്വനിമാര് പറഞ്ഞു വിഷയമായിട്ട് ബന്ധമില്ല, അതാ തടിക്ക് നല്ലത്.